പല്ലവിയലൈസ്. OBG പോസ്റ്റിംഗ് കഴിഞ്ഞ് നടന്നു വരുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ഇത് വെറും പ്രഹസനമാണ്, ആരും കാര്യമാക്കരുതേ. ഇത് റിസ്കി ഷോട്ട്സ് ആണ്, ആരും വീട്ടിൽ ഇത് അനുകരിക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയടാ, നമ്മളെ ആ ധൃതിയിൽ രാജന് മറന്നുപോയി, അവൻ ഏതോ വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഇനി നമുക്ക് പച്ചക്കറികൾ കുനാന്നരിയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ട് ഞങ്ങൾ ചോപ്പർ ഉപയോഗിച്ചു. നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കത് നല്ല ഇഷ്ടമായി. ഈ ഷോട്ടിൽ നിങ്ങൾ കാണുന്നത് ഒരു മെയിൻ കുക്ക് സബ് കുക്കുകളെ കുക്കിംഗ് പഠിപ്പിക്കുന്ന വീഡിയോ ആണ്. ആ മെയിൻ കുക്ക് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ആയിട്ടുള്ള കുണ്ടന്മാർ. ഇതാ നോക്കൂ, 1 2 3. ആഹാ, ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലെ മെയിൻ ദാദ, സുനേന ദാദ. ദാദ പണിയെടുക്കല്ല കേട്ടോ, അവള് 5ാമത്തെ ക്ലാസ് നിറയ്ക്കാണ്. ഇതാ തിളക്കുന്ന തള കണ്ടില്ലേ മക്കളെ. അധിക നേരം എന്നെ കണ്ണീരിലാഴ്ത്താൻ രാജൻ അനുവദിക്കുന്നതല്ല. രാജ തിരികെ വരൂ എന്റെ ബദിരീങ്ങളെ. ക്ലാസ്സിലെ മെയിൻ തേപ്പുകാരി അഞ്ജു. മുണ്ടുകൾ, ഷർട്ടുകൾ, മറ്റു ബനിയനുകൾ എല്ലാം ഇവള് തേക്കും. അങ്ങോട്ട് വടിച്ച് പാരടി യശോദേ. ആ നോട്ടത്തിലുണ്ട് എല്ലാം. Again our main cook cooking some delicious. മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഡേയ് ശരവണ, എന്നടാ എപ്പിടെയല്ല പാക്കറ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തു. ഇവിടെ ഭയങ്കര മടുപ്പായല്ലേ, നമുക്കൊന്ന് മേലെ പോയി കണ്ടാലോ? വാ പോവാം. ഇതാണ് നമ്മുടെ ടെറസ്. ഇവിടെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ പറയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും. എനിക്ക് പിന്നെ വേർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു നിന്നോളാം കേട്ടോ. നിങ്ങളാരും ഇല്ല, ഞാൻ പോവാടേ. നമ്മളില്ലേ ഈ കളിക്ക്, നമ്മളില്ലേ. ആന്താ ഈ കാട്ടിയേ? കുത്ത് അരി കുത്ത്. വളരെ നല്ല സന്തോഷം. പിന്നെ അതെ, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ ആരംഭിക്കാട്ടാ. ഐഷ്, ഇതാ മുട്ടിപ്പേനാൻ തോന്നുന്നു. പ്രണയുടെ വീട്, എന്റെ റൂം. ജിൻസി. താഴെയുള്ളത് നമ്മുടെ ബദ്രി. പിന്നെ ഇത് അഞ്ച് കുഞ്ചു. നോമ്പ് തുറക്കുന്ന നോമ്പെടുത്ത ഏക വ്യക്തി. പിന്നെ ഞാനും എടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റി അഞ്ജുന് എന്താ അഭിപ്രായം? വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഹലോ, ഇത് റെന്റെ കസിനാണ്. പേര് പറഞ്ഞോട്. പേരെന്താ? ഇപ്പൊ ആ കുട്ടി വിചാരിക്കുന്നുണ്ടാവും ഏതു നേരത്താണോ ഇതിന്റെ ഒക്കത്ത് കയറി ഇരിക്കാൻ തോന്നിയതെന്ന്. എല്ലാരും കേറാണോ? അന്ന് ഞാൻ ഇറങ്ങാം. ഇതാണ് നമ്മുടെ ഷംബീർ. ഒന്നുമില്ലടാ, ഇവിടെ പറഞ്ഞതാ. ഇപ്പൊ ഇടി കിട്ടിയനെ. അപ്പൊ നമുക്ക് അടുത്ത് കാണാം. തേജാബായും തള്ളയും കൂടെ അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. എന്തോ അവിടെ പക്കാവടയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ആദ്യമേ തന്നെ കറിവേപ്പില പൊരിച്ചു വെക്കാണ്. പക്കാവടയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. കറിവേപ്പില കിട്ടിയോ? ഇല്ല, നീ കൊടുത്തരൂ. മുളക് ചതിക്കും, ചതിക്കാതിരിക്കാൻ അത് ഇക്കല്ലോ. പറ്റി എന്താണ് പറയാനുള്ളത്? ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയതാ. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൂടുതലായി. എന്തുണ്ടാക്കൂ? വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്നു. മെയിൻ കുക്ക്, ഓൾ ഇൻ ഓൾ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണം. അന്തപ്പോ പണിങ്ങ് ടേസ്റ്റ് അറിയുന്നു. നമ്മൾ മേലത്തെ നിലയിലെത്തി. ആരാ ഇത്?
ന്യൂ മെമ്പർ. പേരെന്താ? ഹലോ പറയില്ല. പേരെന്താന്ന് പറ. പേരെന്താന്ന് പറഞ്ഞോട്. കുട്ടുമണി. കുട്ടുമണി. മണിക്കുട്ടൻ. ഇവരെന്തോ കഠിനമായ പ്രയത്നത്തിലാണ് ഗൈസ്. ഇവരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. ഉറക്കെ പറ. ഒന്നും പറയാനില്ല. എന്തായാലും എളാപ്പാന മരിപ്പിച്ചു. നമുക്ക് പോവാം ഗൈസ് അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക്. നോമ്പ് തുറയെ പറ്റിയുള്ള പ്രഡിക്ഷൻ. അടിപൊളിയായിരിക്കും. This is what introvert സുനേന. എന്റെ കോലെന്താ? കോലൊന്നും നമുക്കൊരു വിഷയമല്ല സുനു. എടാ മഴ പെയ്യോ? ഇതാണ് ഗൈസ് നമ്മുടെ പ്ലോട്ട്. ഇനി നമുക്ക് ഒരു ആഫ്റ്റർ ഒരു 6:30 കഴിഞ്ഞുള്ള വ്ലോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും. ഗൈസ് ഞാൻ ഇമ്ന. ഞാനാണ് ഇവരാണ് ഈ വീടിന്റെ ഓണർ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല. അതാ നമ്മുടെ മണിക്കുട്ടി അല്ല കുട്ടിമണി. സൂര്യനൊക്കെ എന്താ അറിയേണ്ടത്? ടൈം ഫോൺ അതിലെടുത്തിട്ടുണ്ട്. ഇപ്പൊ സമയം 4:04. ഇതാണ് ഇപ്പൊ നമ്മുടെ പ്ലോട്ട്. ഇവർ വീണ്ടും കഠിനമായ പ്രയത്നത്തിലാണ്. അതാ ഇതാരാ? അറിയില്ല ഇവളെന്താ കാണിക്കുന്നതെന്ന്. കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാട്ടോ ഫോൺ വായിച്ച്. ഗൈസ് നമുക്ക് പോവാൻ സമയായി. നമുക്ക് ഇനി ഇപ്പൊ 4:04 ഷോട്ടാണിത്. വന്നിട്ട് കാണാവേ. നമുക്ക് ഇറങ്ങാം ഗൈസ്. സ്റ്റെപ്പ് ശ്രദ്ധിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ കോക്സസ് ഒക്കെ അടിച്ചു പോകും. എങ്ങോട്ടാ ബദ്രി? നേരെയോ? യെസ് വ്ലോഗാണ്. എന്താണ് ഇന്നത്തെ നോമ്പോറയുടെ പറ്റി എന്താ പറയാനുള്ളത്? അണ്ണാക്കിലേക്കല്ല പറഞ്ഞോളൂ. നോമ്പ് വളരെ നല്ലതാണ്. നമ്മൾ ബ്രദറിന്റെ വീട്ടിലാണെന്ന് നോമ്പ്. അതെ. എന്നിട്ട് ഡേറ്റ് ടൈം ഡേറ്റ് അറിയില്ല. ഡേറ്റ് 22. അതാ ഇതാണ് ശ്രേയ വേറെ മെയിൻ കുക്ക്. കിട്ടിയില്ല. ഇല്ലാണ് ഇവിടുത്തെ മെയിൻ കുക്കർ. മാഷാഅല്ലാ. ബദ്രിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കട്ടെ നമുക്ക്. ഇതിലെങ്ങോട്ടാ ബദ്രി? എന്നാലും ഇങ്ങോട്ട് ഉറപ്പാണ്. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കള നല്ല പരുവത്തിലാണ് ഗൈസ്. നമ്മൾ അതാ മെയിൻ കുക്ക് വന്നു. എന്നെ വ്ലോഗിന് വഴക്ക് പറയല്ലേ. ഞാൻ വ്ലോഗ് എടുക്ക. മണിക്കുട്ടി ഹായ്. എന്നെ ഇഷ്ടപ്പെട്ടോ? നോക്ക് ഇതിലേക്ക് നോക്ക്. നോക്കടാ. എടാ നോക്കടാ. ഇതിലേക്ക് നോക്ക്. എടുത്തോ. 3 ചട്ടിയില് 3 സാധനങ്ങൾ. 3 ആൾക്കാർക്ക് ഒന്നാമത്തത് സമയം. അതിന്റെ താത്ത് ഇത് വ്ലോഗാണ്. അതായിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൂടി ബ്രെഡ് പോക്കറ്റ് ആക്കി. 4:11. ഓക്കെ ഗൈസ്, സമയം 4:11. ഇത് ബ്രെഡ് പോക്കറ്റിന്റെ ബ്രെഡ്. അത് ജിൻസിക്കുള്ള വെജ്. ഇത് നമ്മൾ നോക്കി തുറക്കാനുള്ള പക്കവട ബൈ എണേന്ദ്രൻ. ജിൻസിയുടെ സോയ ബൈ അശ്വിനി. ബ്രെഡ് ബൈ തേജ.
ഒരു കാര്യം പറയാണ്ട്. അഞ്ചു ഇന്ന് ചെയ്ത പണികൾ പറയൂ. നോമ്പ് നോറ്റു. തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ എല്ലാരും ഞാൻ അതെ, ഈ വ്ലോഗ് കാണുന്ന അപ്പൊ ഗൈസ് ഈ വ്ലോഗ് കാണുന്ന എല്ലാരും ജിൻസി തിരുവനന്തപുരത്തെ സ്ഥലം പറ. തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം വിഴിഞ്ഞം. യെസ്, വിഴിഞ്ഞത്തിൽ നിന്ന് നമുക്ക് ജിൻസിനെ കാണാം. അപ്പൊ ഇവിടെ കാണുന്ന തന്നെയാണ്. ജിൻസി എന്തോ തകടിച്ചു. മക്കളെ ഇതിന് തീ കുറക്ക്. ഓ പോടാ, ശരിക്കും ട്രൂത്ത് കലം കഴുകാൻ പോകും നമ്മൾ. എന്റെ അടുത്തോ വെള്ളം കോരടാ, വെള്ളം കോരടാ. ഗൈസ്, നമ്മൾ വെള്ളം കോരാൻ പോവാണ്. നമ്മൾ എവിടെ പോവാ? കണ്ടിലിടട്ടെ? ഇടട്ടേടാ, ഇടട്ടെ. ചുമ്മാ ഇടത്തില്ല. അതാണ് ഗൈസ് മണിക്കുട്ടിയുടെ വീട്. ആരും ഇല്ല. ഇനി എന്തിനാ പോന്നെ? ഇവിടെ എന്നാ പോരോ, നമുക്ക് കളിക്കാലോ. നോമ്പ് തുറന്നിട്ട് പോവാ. നോമ്പ് തുറന്നിട്ട് പോവാ. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ മൂന്നാലാട്ടെ. പോണോ? അവന് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം. അപ്പൊ നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. ഗൈസ്, വ്ലോഗ് ചിലപ്പോ ഒന്ന് കട്ടാവേ. ഞാൻ കൊണ്ടുപോടാ. എടാ, എന്നെ കൊണ്ടുപോടാ. ഞാൻ താഴെ വീണാൽ അതാ വിഷ്ണുവിന്റെ അപ്പുറത്ത് നിഗാൽ, സുനേന വർക്കിംഗ് ഓൺ ടെറസ് and other guys chilling on kitchen. We are moving to Manikutti's home. വഴി എവിടെയാണ്? അതാ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. മാഷാഅല്ലാ. ഗൈസ്, ഇവിടെ മാല കോർക്കൽ ചടങ്ങ് നടക്കുവാണ് ഗൈസ്. നമുക്ക് ഇറങ്ങാം. നമ്മൾ വന്ന വഴി മാറിപ്പോയി. ഇതുവഴി എല്ലാവരും ഇറങ്ങണ്ടേ? സാരില്ല, ഞാൻ പിടിച്ച കൊമ്പിന് 4 കൊമ്പ്. കോഴി ബക് 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 ബക്. കോഴി സൂമിങ് ഇല്ല ഗൈസ്. ഇങ്ങനെയല്ലേ പറഞ്ഞേ? നീ ഇൻട്രോ എടുക്കുക. ദിയയുടെയും എല്ലാം കാണാറുണ്ട്. അവരുടെ അതെ, നമ്മൾ ഗൈസ്, നമ്മുടെ ഇത് സ്റ്റാർട്ടിങ് ആണ്. അല്ല, ഈ ചട്ടിയിൽ എന്താ പൊരിക്കുന്നേ? ഓ, ബ്രെഡ്. കുറച്ചുകൂടി നീട്ടി. അതാ ചപ്പ് മല്ലി, ചപ്പ് സൗദ, ചപ്പ് ഇല്ലടി, പോടി. ഞാൻ മാറ്റിയത് ഇതാണ് മെയിൻ, നമ്മളെ മെയിൻ. ആ ചെമ്പ് കൈ കൊടുക്കടി. ഇനി ഫോൺ എന്നെ ഞാൻ ഏൽപ്പിച്ച ഓള് ചെയ്യണ്ട, ഞാൻ ഈ കൊളാക്കാം. അതെ, ഞാൻ ചെയ്യണ്ടല്ല ഇവള് ചെയ്യും. ഇവള് ചെയ്യണ്ടല്ല ഞാൻ. തിന്നണ്ടൊക്കെ ഞാൻ ഗൈസ്,
ഷബീർ ഇതാ വത്തയ്ക്ക. സൗണ്ട് മാറ്റിട്ട് ആണോ? അങ്ങനെയല്ല, അത് ഓൺ വോയിസ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാ, നമുക്ക് എങ്ങനെ വേണേ ഇടാം. സമയല്ലേ ശിഫ അടിച്ചോളി. കേട്ടോ മറിച്ചിടലൊന്നിട്ട് അല്ല പാൻ വെച്ചിട്ടില്ല. ഇത് ഏൻഷ്യൻ പെയിന്റ്സാ. അപ്പൊ ദാ നമ്മുടെ കുട്ടികളൊക്കെ ഏകദേശം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പണികൾ ഏകദേശം സൈഡും ആയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ കുളിയും ജപവും ഇല്ലാത്തൊരു ദാ മേലേക്ക് പോകുന്നുണ്ട്. അവൾ വീണ്ടും തേപ്പിലാണ്. വാവ്, ഗോൾഡൻ ആർ. വെറുതെ ഇരിക്കുന്ന വിഷ്ണു. എന്തെന്നാടി എന്താടാ എഡിറ്റർ നിഹാൽ, ശരവണൻ, അഞ്ജു, നമ്പി, നോട്ട് കുഞ്ചു, അഞ്ചു നമ്പി. ഇനി നമുക്ക് മേലെ ഈ ഒരു കറക്കം കഴിയുമ്പോൾ താഴെ കുറച്ച് മൊണ്ണകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ കാണിച്ചു തരാം. ചെസ്റ്റ് നമ്പർ 1 അൻസു, ക്യൂട്ട്. ചെസ്റ്റ് നമ്പർ 2 ചായ്. ചെസ്റ്റ് നമ്പർ 3, 4, 5 കുറേ ഉണ്ടല്ലോ. ഇതാ നമ്മുടെ ഷബീർ വീണ്ടും. ഇതാ അച്ചി. ഫോൺ നോക്കാന്ന് കരുതണ്ട, ചാറ്റും ചെയ്യല്ല കേട്ടോ. Out the Safi, in the Safi, and the Safi, in the Safi. Out the Safi, Ibulbuli, in the Safi, on the Safi. Thaptarida, thaptaridi. صوت صفير البلبل هيج قلبي الثمل الماء والزهر مع مزار لحظ ഇതെല്ലാം പുതിയ ആൾക്കാരാ. വ്ളോഗാ. 1000 പ്ലസ് ആ പ്രസൻസിൽ നമ്മള് 1000 പ്ലസ് ഫോണിലൂടെ ചാർജ് ഹലോ മിതു. ഹലോ ഇന്ന ഇതാ ഒരുങ്ങിയ എല്ലാരും. ഇനി നമുക്ക് ഒരുങ്ങിയല്ല. എല്ലാരും അവിടെ ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിലും നറാച്ചുകളുടെ നോട്ടം മൊത്തം KGF-ലേക്കായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അശ്വനിയുടെ ശ്രദ്ധ മൊത്തം വ്ളോഗ് എടുത്തോന്നായിരുന്നു. ആടുജീവിതത്തിലെ പൃഥ്വിരാജിൽ നിന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും ഇത് നമ്മുടെ സ്വന്തം മൊയിലാളി. സ്വന്തമായി കുറേ ഫാൻസ് ഉണ്ടെന്ന് ധരിച്ചു നിൽക്കുന്ന ജാസി. പാവം, അവനറിയില്ലല്ലോ എന്ത് ഏത്. അഞ്ജുവിന്റെ നോമ്പായതുകൊണ്ട് വിട്ടേക്കല്ലേ. നമുക്ക് അടുത്ത ആളെ കിട്ടുമോ നോക്കട്ടെ. വലയിൽ ഒരാൾ വീണിട്ടുണ്ടല്ലോ. ഉണ്ണിമൊയിലിയാർ ചോദിക്കുന്നത് ചിലപ്പോ ഇജന്റെ കുട്ടിനെ കണ്ടിനോ? അവൻ ചോദിച്ചത് തന്നെ. ആ ചിരിയിലുണ്ടല്ല. അങ്ങനെ തകൃതിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാ വലിഞ്ഞു കേറിക്കൊണ്ടും ഇരിക്കുന്നു.
അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ കുക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. എല്ലാവരും ഓരോ ചർച്ചയിലാണ് ആരാദ്യം പോകും. നോക്കൂ, മുറ്റത്ത് 2 മൈന. ഇജ്ജ് കഴിക്കണ്ടോ? ഇജ്ജ് കഴിക്കില്ല? ഓരൊക്കെ കാണുന്നുണ്ട്. ഇജ്ജ് കഴിക്കില്ല? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇജ്ജ് കഴിക്കില്ല? ഉറപ്പല്ലേ? എന്ത് ഇജ്ജ്? ആ നല്ല ഇജ്ജന്റെ കേട്ടോ, ഇജ്ജന്റെ ആണേ. ആ അതാ കുക്കുകളെല്ലാം ഓരോരോ സൈഡിലേക്ക് ആകുന്നുണ്ട്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുശലം പറച്ചിലാണ് ഈ കാണുന്നത്. ഇത് കാജൽ അഗർവാളിന്റെ കുടുംബ പരമ്പരയിലെ അവസാനത്തെ കണ്ണി തേജ അഗർവാൾ. പ്ലാനില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നതിനാൽ ഞങ്ങൾ വീട്ടിൽ കയറിയത് 3 മണിക്കായിരുന്നു. അല്ലിയുടെ ഉറക്കം കണ്ടിട്ട് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവരും കിടന്നു. വീഡിയോഗ്രാഫർ ഞങ്ങളൊന്ന് കുടിക്കണം. ഇപ്പോൾ സമയം 4 മണി. ഇനി ഞങ്ങൾ കുളിക്കണം, കിടക്കണം. അപ്പോൾ ഇതിനകത്തായതിന് സമയമാണ് നമ്മൾ കിടക്കണമായിരിക്കും. അപ്പോൾ ബൈ. ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു.